നമസ്കാരം. മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ മറന്നു കിടപ്പുള്ള പല കാര്യങ്ങളും ഓർമ്മിച്ച് പ്രവർത്തിക്കുന്നത് വഴി ഉടമസ്ഥരിൽ നിന്നും മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരും. ഇതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ഇനിയും തൊഴിൽപരമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ടതായുള്ള ഹ്രസ്വകാല പാഠ്യപദ്ധതികളൊക്കെ ചേരുവാൻ അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും പല കാര്യങ്ങളും അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും പ്രവൃത്തി പരിചയം എന്നൊരാശയം വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളും അതിനേക്കാളുപരി ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു സന്നദ്ധത തന്നെയാണ് ഈ വിജയത്തിന് നിദാനം എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. വർഷങ്ങളായിട്ട് അധപ്പതിച്ചു കിടക്കുന്ന കർമ്മമണ്ഡലങ്ങൾ പുനരുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടുവാനും അതിന് ഉപോത്ബലകമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും ഇടയുണ്ട്. എന്നാൽ പ്രായോഗിക വശം ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിനനുസൃതമായിട്ടുള്ള നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്നാൽ ഇതിനു പകരം സമാന ചിന്താഗതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായ സഹകരണങ്ങളും ഇത് സ്വീകരിക്കാവുന്നതാണ്. അതിനൊരു നേട്ടം വളരെ വലുതും ആണ്. സജ്ജന സംസർഗത്താൽ സച്ചിന്തകൾ വർദ്ധിക്കുവാനിടയുണ്ട്. സുതാര്യതയുള്ള സമീപനത്താൽ പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും സർവ്വവിധത്തിലുള്ള സ്വീകാര്യതയും വന്നു ചേരുവാനിടയുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾക്ക് ശാശ്വത പരിഹാരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവസരം വന്നു ചേരും. പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുകയും വിദഗ്ധമായുള്ള പരിശോധനയിൽ പ്രത്യേകിച്ച് മാരകമായുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുകയും ജീവിതശൈലി രോഗങ്ങൾ വന്നു ഭവിക്കുന്നതിനാൽ ചിലപ്പോൾ സാംക്രമിക രോഗങ്ങളും പകർച്ചകൾ വ്യാധികളും വന്നു ചേരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങളിലും വ്യായാമം, പ്രാണായാമം എന്നിവയും പോലും പരിശീലിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. നൂതന സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാൻ ഇടയുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേരുന്ന ഒരുപക്ഷെ ഈ സെപ്റ്റംബർ മാസത്തിലൊക്കെ കോഴ്സുകളൊക്കെ തീരുന്നു. എന്നാൽ തൃപ്തിയായിട്ടുള്ള ജോലി ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ മറ്റു വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും സുഹൃത്തുക്കൾ മുഖാന്തരമായിരിക്കാം. ഇങ്ങനെ അവസരത്തിന് പോലും സാധ്യതയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. സ്വഭാവവിശേഷത്താൽ വിപരീതമായുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിട വരുമെങ്കിൽ പോലും ഉദ്ദേശിക്കുന്നതിലുപരി പണച്ചെലവ് അനുഭവപ്പെടുവാനാണ് യോഗമുള്ളത്. മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ നൽകി അവരെ ഉദ്ധരിക്കുവാനും അവർക്ക് ഏറ്റവും നല്ല നേട്ടമുണ്ടായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ബന്ധുക്കൾക്കിടയിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് ഭാഗമായിട്ട് പ്രാചീന സംസ്കാര രീതികളും ആധ്യാത്മികമായിട്ടുള്ള പ്രഭാഷണങ്ങളും ഇതിന് വ്യക്തമായിട്ടുള്ള ദിശാബോധത്തിനും നിർദ്ദേശങ്ങൾക്കും വഴിയൊരുക്കുവാൻ ഉപകരിക്കും. ആചാരാനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുന്നതിനാൽ സാംക്രമിക രോഗങ്ങളെ അതിജീവിക്കാൻ സാധ്യത കാണുന്നു. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. ഉത്സവാഘോഷങ്ങളിലെ പങ്കെടുക്കുവാനായിട്ട് 4 മാസത്തിന് നടക്കുന്ന ജന്മനാട്ടിൽ നടക്കുന്ന ഉത്സവാഘോഷങ്ങൾ പങ്കെടുക്കുവാനായിട്ട് അവധിക്ക് അപേക്ഷകൾ നൽകുവാനിടവരും. ക്ഷമ, വിനയം, ആദരവ്, മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള കഴിവ്, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമാകും വിധത്തിൽ അവലംബിക്കാൻ സാധ്യത കാണുന്നു. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായുള്ള അവസരങ്ങളും വേറെ ചിലർക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനിടയുണ്ട്. വൈവിധ്യങ്ങളും അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളുമായുള്ള വിഷയങ്ങളിൽ ഏർപ്പെടുന്നവർക്ക്
പലപ്പോഴും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് പൂർത്തീകരിക്കുക എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുവാൻ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും തൊഴിൽ ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സുവ്യക്തവും സുദൃഢവുമായുള്ള കർമ്മപദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യാൻ അവസരം വന്നു ചേരും. ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുമിത്രാദികളെ കാണുവാനും സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാനും ഇടയുണ്ട്. പലപ്പോഴും പരിഹാസവചനങ്ങൾ കേൾക്കുവാനിട വരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ധ്രുവീകരണം സ്വയമേവ തയ്യാറാവുക തന്നെ ആയിരിക്കും നന്നാവുക. എന്നാൽ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനും യോഗം കാണുന്നതുമുണ്ട്. ഇതാണ് മകയിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഒക്ടോബർ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ പലപ്പോഴും സ്വഭാവവിശേഷത്താൽ പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ച് മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് എല്ലാം ശുഭകരമാക്കി തീർക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കും. ഇതിന്റെ വെളിച്ചത്തിൽ ഈ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ചില ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഒരുപക്ഷെ നവംബർ പകുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ചുമതലകൾ ഏറ്റെടുക്കാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാക്കുവാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ചില പുതിയതായിട്ടുള്ള പാഠ്യപദ്ധതികൾ ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ അത് ചെയ്തു തീർക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഈ കഴിഞ്ഞ ജൂൺ മാസം മുതൽ തന്നെ വിജയം ഒക്കെ കൈവരിച്ചു. എന്നാൽ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അപേക്ഷകളൊക്കെ നൽകുകയും ആത്മാർത്ഥ സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം അതിൽ പ്രവേശനം ലഭിക്കാൻ പോലും സാധ്യതയുണ്ട്. പ്രമേഹ നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് പുതിയതായിട്ടുള്ള ചികിത്സാ രീതികൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. എന്നാൽ വ്യായാമത്തിന് പ്രാധാന്യം നൽകണം. ഭക്ഷണ ക്രമീകരണങ്ങളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ഫലപ്രദമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലിന്റെ സമയം ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാനിടയുണ്ട്. അർത്ഥശൂന്യമായുള്ള പല ആശയങ്ങളും മനസ്സിൽ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഗ്രഹിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും മാത്രമേ പ്രതികരിക്കാവൂ. അല്ലാത്ത പക്ഷം മനോവിഷമത്തിന് ഉണ്ടാകുന്ന വിധത്തിൽ ചില സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന രേഖകൾ തിരിച്ചു ലഭിക്കുന്നത് വഴി നേർന്നു കടുപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ അവസരം വന്നു ചേരും. ഡിസംബർ മാസത്തിൽ അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന പുത്രപൗത്രാദികൾ അവധിയെടുത്തുകൊണ്ട് വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. വിശ്വാസയോഗ്യമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. സ്വാർത്ഥ താല്പര്യം മറന്ന് പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. വ്യായാമത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ മേഖലകളിലുള്ള ക്ഷീണാവസ്ഥകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എല്ലാ കാര്യങ്ങളിലും ഒരു മുൻകരുതൽ എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയും കൊണ്ടും എഴുതി വെച്ചും കൊണ്ടും പദ്ധതികൾ ആവിഷ്കരിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കുന്നതാണ്. നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൃപ്തിയായുള്ള മറ്റു ചില വിഭാഗത്തിലേക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. അതായത് മാസത്തിന്റെ ഒടുവിൽ അത് ലഭിക്കുവാനും സാധ്യതയുണ്ട്. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ അവസരം വന്നു ചേരും. ബോധപൂർവമല്ലെങ്കിലും പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഒരു മാനസികമായിട്ടൊരു മിതത്വം പാലിക്കുവാനുള്ള സ്വയമേവ തയ്യാറാകുവാൻ ഇടയുണ്ട്.
ഒരു പക്ഷെ അനുഭവജ്ഞാനമുള്ളവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചും കൊണ്ടും അവർ പറയുന്ന പല കാര്യങ്ങളിൽ തന്നെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് അനുവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. അർഹതയുള്ളവരെ അനുമോദിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നുണ്ട്. പലപ്പോഴും സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ ഇടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കും. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളിലെല്ലാം വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. മനസ്സിന് പലവിധ പ്രകാരത്തിലും സ്വസ്ഥതക്കേടുകളും സമാധാനക്കേടുകളും പ്രാരംഭത്തിൽ ഉണ്ടാകുമെങ്കിലും എല്ലാം ശുഭകരമാക്കി തീർക്കുവാനുള്ള സാഹചര്യങ്ങൾ വേണ്ട വിധത്തിൽ അവലംബിക്കുന്നത് മനസ്സിന് ഏകാഗ്രതയ്ക്ക് വഴിയൊരുക്കുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനുള്ള ഒരു അവസരം സ്വീകരിക്കുന്നതും ബന്ധുമിത്രാദികളുടെ ആഗമനവും മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.